യേശു പറഞ്ഞു, നിന്റെ ഒരു ചെകിടത്തടിക്കുന്നവന് മറുചെകിടും കൂടെ കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി പറയുന്നത് കേൾക്കൂ, അടിക്കുന്നവനെ തിരിച്ചടിക്കണമെന്ന്. ഇതുപോലുള്ള ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തിരിച്ച് ശക്തമായി പ്രതികരിക്കണം. കേരളത്തിൽ ഏതേലും ഒരു പെന്തിക്കോസുകാരനെ തൊട്ടാൽ, സുവിശേഷ വിരോധികൾ തൊട്ടാൽ ശക്തരായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേണ്ടി വന്നാൽ കൈപൊക്കേണ്ടി വന്നാൽ കൈപൊക്കേണ്ട സാഹചര്യം നമുക്കുണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇത് കണ്ട് പേടിച്ച് നമ്മൾ ഭയന്നു പോയവരാണ്. കേട്ടല്ലോ, ഇതൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയെന്നും പറഞ്ഞ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് എന്ന പേരിൽ തട്ടിക്കൂട്ടിയ വിരലിലെണ്ണാവുന്ന ആളുകളുടെ യോഗമാണ്. പെന്തക്കോസ്തിന്റെ ആരംഭം മുതൽ അടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചരിത്രമാണുള്ളത്. പെന്തക്കോസ്ത് സഭാ നേതാക്കളോ സ്ഥാപകരോ ശുശ്രൂഷകരോ ആരെയും തിരിച്ചടിക്കാൻ പഠിപ്പിച്ച ചരിത്രമില്ല. എന്നാൽ പെന്തക്കോസ്തുകാരുടെ പേരിൽ കോട്ടയത്ത് ചേർന്ന തട്ടിപ്പ് സംഘടനയുടെ ഒരു പ്രാസംഗികൻ പറഞ്ഞത് കേട്ടില്ലേ? 2024 നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം. വർഗീയ ശക്തികളെ നമുക്ക് തിരിച്ചടിക്കാം, അവർക്കെതിരെ ആഞ്ഞടിക്കാം. അതിനായി നമുക്ക് ഒരുമിക്കാമെന്ന കലാപ ആഹ്വാനമാണ്, പ്രകോപന ആഹ്വാനമാണ്, അക്രമ ആഹ്വാനമാണ് നടത്തിയത്. ഈ ആഹ്വാനം നടത്തിയ മഹാൻ സ്വയം പ്രഖ്യാപിത പെന്തക്കോസ് നേതാവാണ്. ഇയാളാണ് പാസ്റ്റർമാരുടെയും ദൈവജനത്തിന്റെയും നടുവിൽ വേദവിപരീതം പ്രസ്താവിച്ചത്. മദ്യപാനിയും പണം തട്ടിപ്പ് വീരന്മാരുമായ പലരും പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെന്തക്കോസ്തുകാരെ കാണിച്ച് രാഷ്ട്രീയക്കാരിൽ നിന്നും പണം തട്ടാനുള്ള വേലകളുമായി ഇറങ്ങും. അതിലൊന്നാണ് ഈ സിനഡ് യോഗം. പെന്തക്കോസ്തുകാരുടെ വോട്ട് മൊത്തമായും ചില്ലറയായും തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നേതാക്കന്മാരുടെ അടുത്തുകൂടി വിലപേശുന്നത്. ഈ സിനഡ് യോഗം സംഘടിപ്പിച്ചവരെ കുറിച്ച് പഠിച്ചാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ഈ പെന്തക്കോസ്ത് നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് എങ്ങനെയും പണം തട്ടുക, അധികാര സ്ഥാനങ്ങളിൽ കയറി പറ്റുക എന്ന് മാത്രമാണുള്ളത്. ഇവരാരും ഒരു പെന്തക്കോസ് സഭകളുടെയും വക്താക്കളോ പ്രതിനിധികളോ അല്ല. ഇവരുടെ വാക്കുകൾ ഒരു പെന്തക്കോസ് സമൂഹവും സ്വീകരിക്കുകയില്ല. അടിക്കടി, കുത്തിനു പകരം കുത്ത്, വെട്ടിനു പകരം വെട്ട്, ഇത് യേശുക്രിസ്തു പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിന് എതിരാണ്. ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതാണ് ക്രിസ്തു പഠിപ്പിച്ച ഉപദേശം. ഇതിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല. പെന്തക്കോസ്തു സഭയും ദൈവദാസന്മാരും ക്രിസ്തു പഠിപ്പിച്ച ഉപദേശമേ ഉൾക്കൊള്ളുകയുള്ളൂ. സാത്താന്റെ ഉപദേശം തള്ളിക്കളയുക തന്നെ ചെയ്യും. ആഭരണം ഉപയോഗിക്കുന്ന കോട്ടയത്തും മല്ലപ്പള്ളിയിലുമുള്ള ചില ഇൻഡിപെൻഡന്റ് സഭകളുടെ പാസ്റ്റർമാരും കൂലിക്കെടുത്ത ബംഗാളികളും ചില പ്രവർത്തകരുമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. അറിയപ്പെടുന്ന പെന്തക്കോസ്തു സഭകളുടെ ഒരു പാസ്റ്ററോ നേതാക്കന്മാരോ ഈ സിനഡ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഇവരെ തന്നെ പ്രാർത്ഥനാ യോഗമെന്ന് പറഞ്ഞാണ് ക്ഷണിച്ചത്. മറ്റു ചിലരെ കൂലി കൊടുത്തും കൊണ്ടുവന്നിരുത്തി. ആയിരക്കണക്കിന് പെന്തക്കോസ് വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞാണ് രാഷ്ട്രീയക്കാരെ വിളിച്ചു വരുത്തിയത്. പക്ഷെ എന്തു ചെയ്യാം, എല്ലാം തകിടം പറഞ്ഞു. പലർക്കും ഇവിടെ വന്നപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്.